ഹലോ, വെൽക്കം ടു വ്ളോഗ് ഓഫ് നസ്രിൻ ആൻഡ് നിയ. അപ്പം ഞാനിന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് അപ്പോൾ രാവിലെ തന്നെ നിയനെ സ്കൂൾക്ക് റെഡിയാക്കണം കേട്ടോ. നിയനെ കുളിപ്പിച്ച് മാറ്റി മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഞാനവളെ റെഡിയാക്കുകയാണ്. അതിൻ്റെ ശേഷം ഞാനൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിലൊക്കെ ഹറിബറി ചെയ്യണമാണ്, അപ്പോൾ നമുക്ക് സമയമില്ല. അപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ വെക്കുകയാണ്. ഒക്കെ ഫുഡ് കൊണ്ടുപോകണ്ട, ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഫുഡ്. വാട്ടർ ബോട്ടിൽ മാത്രം, വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ അത് മാത്രം അതിൽ വെക്കാനുള്ള പോളൊക്കെ വെച്ച് പിന്നെ ഞങ്ങളിതാ നടന്ന്, ഞങ്ങൾക്ക് മെയിൻ റോഡ് കുറച്ചൊന്നുണ്ട്, ഒരു ചെറുതായിട്ടൊന്നാണ് നടക്കാനുണ്ട്, ഒരു കയറ്റാണ്. അപ്പോൾ അത് ഞങ്ങളങ്ങനെ നടന്നു പോയി. പിന്നെ ഞാൻ വീഡിയോ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തില്ല കേട്ടോ. പിന്നെ ഞാനുള്ള ബസ്സൊക്കെ കയറ്റി വന്നതിൻ്റെ ശേഷം ഞാൻ ചായ കുടിക്കുകയാണ്. പിന്നെ ഞാൻ ഓളാക്കി കൊടുത്തിട്ടാണ് എന്നും ചായയൊക്കെ കുടിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നെസ്ബിക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണി ഞാൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ എൻ്റെ വലിയ റെസിപ്പി കാര്യമായിട്ടൊന്നും ഷെയർ ചെയ്യണ്ടേ, കാരണം ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് തോന്നണം. ഇതിപ്പോൾ ഞാൻ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ്. കുറച്ച് ഉള്ളി വഴറ്റാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ മിക്സിയിലിട്ട് അരച്ചിട്ട് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ശരിക്കും റെസിപ്പി പറയേണ്ട ആവശ്യമുണ്ട് എനിക്കറിയില്ല, കാരണം എന്നാലും ഞാൻ വെറുതെ പറയാം. പിന്നെന്താ, മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കും, ഇച്ചിരി ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പോണ വരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ശേഷം ഒരു ചെറിയ, കാരണം ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ, കുറച്ച് ഉണ്ടാക്കണോണ്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തൈരൊന്നും കണക്കില്ല, അതൊക്കെ അങ്ങോട്ട് ഒഴിച്ചെടുക്കുക തന്നെയാണ്. ഞാനങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നും പറയാത്ത എന്തുകൊണ്ടാ വെച്ചാൽ കുറച്ച് ഉണ്ടാക്കണം, അപ്പോൾ എനിക്ക് അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എൻ്റെ ഒരു പാകത്തിന് അങ്ങോട്ട് ഇടലാട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്ത്, മല്ലിയില ഇട്ട് കൊടുത്ത്, പുതിന എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഉള്ളതൊക്കെ വെച്ചിട്ടുണ്ടാക്കി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു. ലാസ്റ്റ് വന്ന് ഏകദേശം എത്തിയ സമയത്ത് എനിക്ക് ഓർമ്മ, അപ്പം ഞാൻ വേഗം ഒരു ചെറിയ ക്ലിപ്പ് എടുത്തതാണ്. ഞാനിങ്ങനെ പട്ടയും പൂവ് ഇലക്കൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ചോറ് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കൂല, അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും ചോറ്. നെയ്ച്ചോറ് വെച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ വെക്കാം, പക്ഷെ ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ആക്കി എടുത്തിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അതിൻ്റെ ശേഷം പിന്നെ ഇത് ഞാൻ തിളപ്പിച്ച് നമ്മൾ ഊറ്റിയെടുക്കുമല്ലോ ചോറ്, അങ്ങനെ ഊറ്റി മാറ്റി വെച്ചിട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, ഏകദേശമൊക്കെ വേവായിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ദമ്മിടാൻ പോവാണ്. അപ്പം ഞാൻ വേറൊരു ബിരിയാണി പോട്ടക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ചോറൊക്കെ ഇട്ട് കയ്യിലുള്ള സാധനമൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു തട്ടിക്കൂട്ട് ദമ്മിടലിട്ട്. അതിൻ്റെ ശേഷം ഞാൻ നെസ്ബിൻ്റെ അടുത്തൊക്കെ നേരത്തെ പോയി നോക്കണം. അവൻ TV കണ്ടിരിക്കുകയാണ് ചെയ്യണം. അങ്ങനെ ഇടങ്ങാറാക്കാമെന്ന് വരില്ല. അവനക്ക് TV അല്ലെങ്കിൽ കുറച്ച് ടോയ്സും എന്തെങ്കിലും കൊടുത്താലും അവനവിടെ കളിച്ചിരുന്നോളാം. അപ്പോൾ അവനവിടെ TV കണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷം അവനെ ഞാൻ കുളിപ്പിച്ച് വിളിച്ചോ സുന്ദരനായോ? എന്തിനാ ചാടണ്? എന്തിനാ ചാടണ്ട? എന്തിനാ ചാടണ്ട? അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ടിവിടെ ഇരിക്കുകയാണ്. എൻ്റെ പണിയൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടോ, ക്ലീനിങ്ങും ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് നെസ്ബിനെ കുളിപ്പിച്ച് ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 12 മണിയായി. അപ്പം ഓരോ ദിവസം ഇത്ര ടൈമൊക്കെ ചെയ്യാനുള്ള പണിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഇനി ഫുഡൊക്കെ കഴിക്കണം. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇരിക്കും. പിന്നെ നീ വരുന്നത് വരെ എങ്ങനെ ഇരിക്കും. എന്താ നെസ്ബി എന്താ കാണിക്കണേ? എന്തിനാ അങ്ങനെ ചെയ്യണ്? അയ്യേ, രസമില്ല, അങ്ങനെ ചെയ്തിട്ട് രസമില്ല നെസ്ബി. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം എന്താ, അപ്പോൾ പിന്നെ ബാക്കി കരയണ്ട, ഡോണ്ട് ബി സാഡ്. ഓ, അങ്ങനെ ചെയ്യണം, എന്നങ്ങനെ ചെയ്തോ.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പം കാണാം അല്ലേ നസ്വി? ഫുഡ് കഴിക്കുമ്പം കാണാം. നസ്വിക്ക് എന്ത് ഫുഡാണ് വേണ്ടേ? ബിരിയാണി. അയ്യേ, എൻ്റെ നസ്വി നല്ല സാധാ ചോറ് തിന്നണ കുട്ടിയാവണേ. ആമീ പറയ്. പിന്നെ എന്താ വേണ്ടേ? അയ്യേ, ബിരിയാണി അപ്പിയാണേ. ഇതാണ് പ്രശ്നം. ഇവൻ സാധാ ചോറ് കഴിക്കില്ല. ഇപ്പം ഇവിടെ കുറച്ചായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ആയിട്ട്. അല്ലെങ്കിൽ സാധാ ഫുഡൊക്കെ കഴിക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പം ഈ ലാസ്റ്റ് ഒരു പനിയും അതൊക്കെ വന്ന് മാറിയതിൻ്റെ ശേഷമാണ് ഇവന് ബിരിയാണിമേൽ ആരോ എന്തോ കൂടുതലും ചെയ്ത് തോന്നുന്നുണ്ട്. അത്രയും ബിരിയാണിയേ കഴിക്കുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഏകദേശം സമയമായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് ചോറൊക്കെ എന്തായി നോക്കി നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ടോ, റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ ബിരിയാണി കുഴപ്പമൊന്നുമില്ല. ഒരു അങ്ങനെ എന്താ പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു സാധാ ബിരിയാണി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ച് ഇക്ക വന്ന് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അതൊന്നും വീട്ടെടുക്കാൻ സമയം കിട്ടില്ല. ഒക്കെ തിരക്ക് പിടിച്ചിട്ടുള്ളൊരു നമുക്ക് ഫുഡ് കൊടുക്കലും ഞാൻ ഫുഡ് കഴിക്കലും ഇക്കൊക്കെ ഫുഡ് കൊടുക്കലും എല്ലാം കൂടി പെട്ടെന്ന് ചെയ്തിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഇറങ്ങിയേക്കാണ്. അപ്പം ഞങ്ങൾ നീനെ കൂട്ടാൻ വേണ്ടിയിട്ട് നീൻ്റെ സ്കൂളിലേക്ക് പോവാണ്. നീൻ്റെ പല്ല് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2-3 ദിവസം മുന്നേ പല്ല് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുട്ടികളുടെ ഡോക്ടർ വരുന്ന ദിവസം ഒരു വിളിക്കുക പറഞ്ഞത്. അപ്പോൾ ഒരു ഇന്നാണ് വിളിച്ചത്. അപ്പം 3 മണിയാകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എത്തണം. അപ്പം ഞങ്ങൾ ആദ്യം നീനെ സ്കൂളിൽ പോയിട്ട് കൂട്ടാൻ പോകണം. നീയാ അല്ലേ? സോറി, നസ്വി ഇങ്ങോട്ട് നോക്കിയാ ഇവിടെ ഇങ്ങോട്ട് നോക്ക്. നസ്വി, നമ്മൾ നീനെ കൂട്ടാൻ പോവാ. നീന്റെ പല്ല് കാണിക്കാൻ പോണ്ടേ? അപ്പം ഞങ്ങളങ്ങനെ വണ്ടി കയറിയിട്ടുണ്ട്. ഞങ്ങൾ അപ്പോൾ കൂട്ടി വന്നിട്ട് കാണാം. എന്തിനാ കരയണ? എന്തിനാ കരയണ? ഞാൻ ഇങ്ങനെ പഠിപ്പിക്കട്ടെ. ആ സാരല്ല, എന്നാ ഈ പൊയ്ക്കോ. നീ പോയി ടി വി ഉണ്ടോ? അവൻ തരാൻ പറ്റില്ല. നസി ഇപ്പൊ പൊയ്ക്കോ, ഞാൻ ഇങ്ങനെ വായിപ്പിക്കട്ടെ. എന്ത് കൊടുത്തോ എന്നപ്പോ. അതിനുശേഷം ഞാൻ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടോ, അവർക്ക് ഫുഡ് കൊടുത്ത് ഇക്കൊക്കെ ഫുഡ് കൊടുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ അത് കൺക്ലൂഷൻ എടുക്കണം നമ്മൾ വൈൻഡപ്പ് ചെയ്യില്ല. അപ്പം എന്താ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ്.